നീ ഒരു ഫേക്ക് ഫ്രണ്ടാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അവനത് പറയാൻ കാര്യമുണ്ട്. കാരണം ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മുന്നോട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും എൻ്റെ മേഖലയല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്നൊരു മട്ടാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മളിത് കയ്യിൽ കിട്ടിയ സകലമാന സാധനങ്ങളും പറക്കിക്കൂട്ടി ഞാൻ നാട്ടിലോട്ട് പോയി നമ്മുടെ ഒരു അടുത്ത കൂട്ടുകാരൻ്റെ കല്യാണം കൂടാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ കല്യാണം അവൻ വിളിച്ച സമയത്ത് ഞാനൊരു 10 വട്ടമെങ്കിലും ആലോചിച്ച് കാണും പോണോ വേണ്ടയോ എന്ന്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ, അതായത് ഈ ഇടയ്ക്ക് എടുത്ത ഏറ്റവും നല്ല കുറേ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ കല്യാണത്തിന് പോകുന്നത്. കാരണം എൻ്റെ പൊന്നു മക്കളെ, ഈ 2 ദിവസം എങ്ങനെ പോയിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 സെക്കൻഡ് പോലെ പോയെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7-8 വർഷമാകാൻ പോകുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് അവരുടെ കൂടെ ഇതുപോലൊരു പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറേ ഊക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിയാക്കി, കുറേ അലമ്പ് കാണിച്ചു, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു, കുറേ തെറ്റിദ്ധാരണ മാറ്റി, എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ പത്തയെ അത് മാത്രമായിരുന്നു മനസ്സിലാട്ടോ. വേറെ ഒരു പ്രശ്നവും മുന്നിലുണ്ടായിരുന്നില്ല. ഈ കൂട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ബെറ്റർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഹാപ്പി ആയിരുന്നു ഈ 2 ദിവസം. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ആനന്ദിനോടാണ്. അതായത് ഈ കാറ് തുറന്ന് ഇറങ്ങി വരാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം കല്യാണ ചെക്കൻ്റെ അടുത്ത് നീ എന്തുകൊണ്ട് നേരത്തെ കെട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ചിലപ്പോൾ നമ്മളിനി അടുത്ത കല്യാണത്തിനായിരിക്കും ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കാണുന്നത്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ 2 ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ കരിയറിൻ്റെയൊക്കെ പുറകെ, ജോലിയുടെ പുറകെയും പഠിത്തത്തിൻ്റെ പുറകെയൊക്കെ പോകുമ്പോഴത്തേക്കും, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും എന്ത് എൻജോയ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാതെ ഞാൻ കുറേ നഷ്ടപ്പെടുത്തി.